ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് സോക്കിംഗ് ആണ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഇത് ഒരു വർഷം മുമ്പാണ് നമ്മൾ വെക്കുക. അപ്പോൾ എത്രത്തോളം നമ്മൾ നേരത്തെ വെക്കുന്നു അത്രത്തോളം നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ പ്ലം കേക്ക്. ഇപ്പോൾ എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു മാസത്തോളം ഇത് വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ 2 കിലോ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. 400 ഗ്രാം ഡേറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡേറ്റ്സ് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. ഇപ്പോൾ 0-ലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു 403 ഗ്രാം ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, അത് നമുക്ക് മാറ്റി വയ്ക്കാം. എടുക്കാൻ പോകുന്നത് റൈസിനാണ്. ഞാനിവിടെ ബ്ലാക്ക് കളർ സീഡ്ലെസ് റൈസിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 100 ഗ്രാമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഒരു 104 ഗ്രാം ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാനിവിടെ യെല്ലോ കളർ റൈസിൻ എടുത്തിട്ടുണ്ട്. ഇതും സീഡ്ലെസ് ആണ്. അപ്പോൾ ഇത് നമുക്കൊരു 100 ഗ്രാമാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊരു 102 ഗ്രാം ഉണ്ട്. ഇതും മാറ്റി വയ്ക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്രാൻബെറി ആണ്. അപ്പോൾ ഇതും നമുക്കൊരു 100 ഗ്രാമാണ് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഒരു 102 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതും മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് വേണ്ടത് അത്തിപ്പഴമാണ്. അപ്പോൾ ഇതും ഒരു 100 ഗ്രാമാണ് കേട്ടോ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊരു 104 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതും മാറ്റി വയ്ക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കിവിയാണ്. അപ്പോൾ ഇത് നമുക്കൊരു 200 ഗ്രാമാണ് വേണ്ടത്. ഓക്കെ, ഒരു 199 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് സ്ട്രോബെറി ആണ്. അപ്പോൾ ഇത് നമുക്കൊരു 200 ഗ്രാമാണ് കേട്ടോ വേണ്ടത്. ഓക്കെ, ഒരു 201 ഗ്രാം ഉണ്ട്. അപ്പോൾ അടുത്തത് കുറച്ച് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. ഇതും 200 ഗ്രാമാണ്. ഒരു 198 അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിനുശേഷം അടുത്തതായിട്ട് ഞാൻ കുറച്ച് ചെറീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 200 ഗ്രാമാണ് വേണ്ടത്. ഒരു 196 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതും മാറ്റി വയ്ക്കാം. മെയിനായിട്ട് വേണ്ട 2 കാര്യങ്ങളാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. ഒന്ന് ജിഞ്ചർ പീലും അതുപോലെ ഒന്ന് ഓറഞ്ച് പീലും. ഇത് രണ്ടും 200 ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ജിഞ്ചർ പീൽ എടുക്കാം. ഓക്കെ, ഒരു 204 ഗ്രാം ഉണ്ട്. ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് ഓറഞ്ച് പീലാണ് വേണ്ടത്. ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ഓറഞ്ച് ഇങ്ങനെ റൗണ്ടിൽ തന്നെ മുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്കൊരു 200 ഗ്രാം വേണം. ഇതെല്ലാം നമ്മൾ ഇനി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കും കേട്ടോ. ഒരു 177 ഗ്രാം ഉണ്ട്. ആക്ച്വലി ഇത് വാങ്ങിച്ചപ്പോൾ 200 ഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നിവിക്കുട്ടനും കഴിച്ചു, ഒന്ന് ഞാനും ഏട്ടവും കൂടിയും കഴിച്ചു. അങ്ങനെയാണ് 177 ഗ്രാം ആയത്. അപ്പോൾ ഇതെന്തായാലും നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാനിവിടെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം നമ്മുടെ ബ്ലാക്ക് റൈസിനും അതുപോലെ യെല്ലോ റൈസിനും നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളിതിലിടുമ്പോൾ ചിലപ്പോൾ ഈ പൊടിയോ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് അത് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് വാഷ് ചെയ്ത് അതിനുശേഷം ഡ്രൈ ആക്കിയിട്ട് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഫുള്ളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഗരം മസാല പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ജാതിക്കയുടെ ഉള്ളിലത്തെ ഈ ഒരു പരിപ്പുണ്ടല്ലോ, അത് ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 പീസ് പട്ട എടുത്തിട്ടുണ്ട്. 5-6 ഏലക്ക, പിന്നെ ഒരു
10 ഗ്രാമ്പു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മറന്നിട്ടുണ്ടായിരുന്നു, ടൂട്ടി ഫ്രൂട്ടി. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളറ് ടൂട്ടി ഫ്രൂട്ടിയാണ് എടുക്കുന്നത്. ഇത് 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ് തുടങ്ങാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു തടി വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ആദ്യം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേയില ചേർക്കാം. ഏകദേശം ഒരു 4 ടീസ്പൂൺ തേയില നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തു. ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഓറഞ്ച് ജാം, ഒരു 3 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ബ്ലാക്ക് കറണ്ട് ക്രഷാണത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ പ്ലം കേക്കിന്. നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി വരുമ്പോൾ തന്നെ നല്ലൊരു വെറ്റ്നെസ് വരും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിന്. നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാല ഇട്ട് കൊടുക്കാം. ഈ ഒരു ഗരം മസാല പൗഡർ വരുമ്പോഴാണ് ആ പ്ലം കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മണം നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് തികയില്ല, കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 3 ടീസ്പൂണാണ് നമ്മളിപ്പോൾ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുത്തത്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ നമ്മുടെ നട്ട്മേഗ്. നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് ആ ഗരം മസാലയൊക്കെ ചേർക്കുന്നതിൻ്റെ. നന്നായിട്ട് വെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വൈനാണ്. നമുക്കിതിൽ വൈൻ ചേർക്കാം, അതുപോലെ വിസ്കി ചേർക്കാം, ബ്രാൻഡി ചേർക്കാം. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ നമുക്കൊരു 1-2 വർഷത്തോളൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസ്, അതുപോലെ ഗ്രേപ്പ് ജ്യൂസ് ഒക്കെ നമുക്ക് ചേർക്കാം. പക്ഷെ അതൊന്നും ഇത്രയും കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. ഒരു മാക്സിമം ഒരു 10 ദിവസമാണ് നമുക്കത് സൂക്ഷിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ വൈൻ, അതുപോലെ വിസ്കി, ബ്രാൻഡി ഒക്കെ യൂസ് ചെയ്യാൻ നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റെഡ് വൈനാണ്. ഇത് 750 ml ആണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ മുങ്ങിക്കിടക്കാൻ അത്രയും ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലൊരു മണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നല്ലപോലെ തുടച്ചെടുത്ത് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവണം ഈ ഒരു ബോട്ടിൽ, അല്ലെങ്കിൽ പൂപ്പലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഈ ഒരു രീതിയിൽ ചെയ്യരുത്. അങ്ങനെയാണെങ്കിലും നമുക്കത് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. നമ്മളത് ഫുള്ള് ഈ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് ഒന്നരാടം നമ്മൾ ഒന്നില്ലെങ്കിൽ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തടി വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നരാടം ചെയ്യണം, അതൊരിക്കലും മറക്കരുത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൂട്ട് സോക്കിങ്. നട്ട്സ് ചേർത്തിട്ടില്ല. നട്ട്സ് കേക്ക് ഉണ്ടാക്കുന്ന ആ ടൈമിൽ നമ്മൾ ചേർക്കുള്ളൂ. കാരണം ഇതിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് പോകും. ഇതെന്തായാലും ഇങ്ങനെ മൂടി വെക്കുക. ഒന്നരാടം ഒന്നല്ലെങ്കിൽ ഷേക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു തടി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഡിസംബർ 1st വീക്കോടെയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ.